നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഡൽഹി ഓട്ടോ എക്സ്പോയുടെ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. 2 വർഷത്തിലൊരിക്കലായിരുന്ന ഡൽഹി ഓട്ടോ എക്സ്പോ ഇപ്പോൾ ഭാരത് മൊബിലിറ്റി ഷോ എന്നുള്ള പേരിൽ എല്ലാ വർഷവും ആഘോഷിച്ച് വരികയാണ്. നമ്മൾ മറ്റേ പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന പോലെ ഈ വിഷു എന്ന് പറയുന്നത് ഞങ്ങൾ പടക്കക്കാരുടെ ചാകരയാണ്, കുറച്ച് പൈസ ഇട്ടാൽ ഇഷ്ടം പോലെ പൈസ കൊയ്യാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ 1 വർഷത്തേക്കുള്ള വാഹനങ്ങളാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരു ചാകരയാണ് ഇവിടെ എന്നാണ് പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ ഇതിനകത്താണ് സംഭവം നടക്കാൻ പോകുന്നത്. 12 മണിക്ക് നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയുള്ളൂ. 12 മണിക്ക് ഉള്ളിലേക്ക് കയറ്റിയാൽ ഇന്ന് ആദ്യത്തെ ദിവസം പ്രധാനമായിട്ടും നമ്മൾ കാണാൻ പോകുന്നത് മാരുതിയുടെ ലോഞ്ചാണ്. അത് ഈ വിറ്റാര എന്ന മാരുതി സുസുക്കിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാറിൻ്റെ ലോഞ്ചായിരിക്കും. അതിനുശേഷം ഇന്ന് നാളെയുമായിട്ടാണ് പ്രധാനപ്പെട്ട ലോഞ്ചുകളൊക്കെ നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇനി പറയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഹ്യുണ്ടായി ക്രെറ്റയുടെ ഇലക്ട്രിക്കാണ്. ഇനിയെന്നുള്ളത് BYD-യുടെ സി ലയൺ എന്ന ഒരു ചെറിയ വാഹനമാണ്. അതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. കൂടാതെ വിൻഫാസ്റ്റ് എന്ന വിയറ്റ്നാമീസ് വാഹന നിർമ്മാതാവിൻ്റെ ഒരു എൻട്രി കൂടിയായിരിക്കും ഈ ഒരു ഭാരത് മൊബിലിറ്റി ഷോ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് വലിയ വലിയ പവലിയനുകളിലായിട്ടാണ് എല്ലാ വാഹനങ്ങളും പ്രദർശിപ്പിക്കാൻ പോകുന്നത്. മരണ ഇടിയായിരിക്കും. കാരണം ആദ്യകാലത്തൊക്കെ എനിക്ക് തോന്നുന്നു 96-ലാണ് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഡൽഹി ഓട്ടോ എക്സ്പോയിൽ വരുന്നത്. അന്നൊക്കെ വളരെ നാമമാത്രമായ മീഡിയയൊക്കെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കാർഡുണ്ടല്ലോ, നമ്മുടെ ID കാർഡ്. ഈ ID കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ 1,00,000 ID കാർഡുകളാണ് ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതിനകത്ത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. എന്തായാലും ഇടിക്കിടയിലൂടെ കാണിക്കാൻ പറ്റുന്നതെല്ലാം കാണിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭാരത് മൊബിലിറ്റി ഷോ അഥവാ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ടോ എക്സ്പോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഹോളുകളിൽ ഉള്ള ഏതൊക്കെ കമ്പനികളാണെന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഹോൾ 1 ടാറ്റ മോട്ടോഴ്സ്, ഹോൾ 2 കൊമിൻസ്, ഹോണ്ട, മോറിസ് ഗ്യാരേജ്, ഹോൾ 3 ബജാജ്, ഇസുസു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ടത് ഹോൾ നമ്പർ 5 ആണ്. മാരുതി സുസുക്കി, അതുപോലെ സുസുക്കി സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ്, അതൊക്കെ അതിലാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ ഹോളുകളായിട്ട് കയറി ഇറങ്ങലാണ് നമ്മുടെ ഇനിയുള്ള ജീവിതം. Which had been long awaited in have a glimpse of what the Vitara lifestyle has to offer. I leave you with the TVC.
അപ്പോൾ ഇതാണ് ഇത്തവണത്തെ ഭാരത് മൊബിലിറ്റി ഷോയിലെ ഷോ സ്റ്റോപ്പർ എന്ന് വിളിക്കാവുന്ന മാരുതിയുടെ ഈ വിറ്റാര. ഞാൻ ഉൾപ്പെടെയുള്ള പലരും ഈ വാഹനം വന്നിട്ട് എങ്ങനെയുണ്ട് എന്നറിഞ്ഞിട്ട് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നാലും 2700 മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ള ഒരു വലിയ വാഹനം തന്നെയാണിത്. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ട ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റ EVയുടെ അതേ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. അല്ലെങ്കിൽ ZS EV MG ZS EVയുടെ ഒക്കെ അതേ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ മാരുതിയിൽ നിന്നും ആദ്യമായിട്ട് വരുന്ന EV എന്നൊരു പ്രത്യേകതയുണ്ട്. മാരുതിയും ടൊയോട്ടയും ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വാഹനമാണിത്. ഇത് പൂർണ്ണമായിട്ടും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചതെന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസ് ഒക്കെ കാര്യമായ രീതിയിലുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഇലക്ട്രിക് വാഹനങ്ങളെ പോലെ തന്നെയുള്ളൊരു മുൻഭാഗം എന്നാണ് പറയേണ്ടത്. ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വെച്ചിട്ടൊക്കെ അടച്ചു വെച്ചിരിക്കുന്നു. ഈ ഭാഗത്താണെങ്കിലും ഫുൾ പാനലാണ് കാണുന്നത്, അല്ലാതെ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഭാഗമൊന്നുമില്ല. മനോഹരമായ ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എലമെൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. താഴെയാണെങ്കിലും ഫോഗ് ലാമ്പ് ഭംഗിയായി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. താഴത്തെ ആ ഒരു ലോവർ പാർട്ട് മുഴുവനും ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം കേൾക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ, അതിൻ്റെ റേഞ്ചാണ് 500 കിലോമീറ്ററാണ് റേഞ്ച്. 500+ എന്നാണ് കമ്പനി പറയുന്നത്. എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും 2 തരത്തിലുള്ള ബാറ്ററി പാക്ക് ഉണ്ട്. അതുകൊണ്ട് അല്പം കൂടി ലോവർ റേഞ്ചുള്ള ഒരു മോഡൽ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. 18 ഇഞ്ചാണ് ടയർ കൊടുത്തിരിക്കുന്നത്. അത് എയറോ വീലാണ്, അതായത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ പോലുള്ള വീലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എയർ ഫ്ലോ കൂടുതൽ ഭംഗിയായിരിക്കും. അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സിലുണ്ട്. അതുകൊണ്ട് ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. സൈഡ് വ്യൂ മിറേഴ്സൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് റൂഫ് പോലുള്ള ബ്ലാക്ക് ഫിനിഷുള്ള റൂഫാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലൊക്കെ സാധാ വണ്ടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയ പ്രത്യേകതയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ബോഡിയുടെ അതേ നിറത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗം അവിടെയുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും ബ്ലാക്ക് ഫിനിഷ് ബി പില്ലറിലേക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായ വിൻഡോ ഏരിയ ഉണ്ടെന്നുള്ളത് നമുക്ക് സൈഡ് പ്രൊഫൈലിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്പം ചെരിഞ്ഞിറങ്ങുന്ന ഡിസൈനാണ്, ഒരു ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്. അതുപോലെ ഇവിടെ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് മേൽഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒട്ടും തട്ടും തടവുമില്ലാത്ത ഡിസൈൻ ഫ്ലോ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. എനിക്ക് പറഞ്ഞതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പിൻഭാഗമാണ്. പിൻഭാഗത്തിന് മാരുതിയുടെ ഒന്നും ഒരു വാഹനവുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻഡിക്കേറ്റഡ് സ്പോയിലറുണ്ട്, ഷാർഫിൻ ആൻറ്റിനയുണ്ട്, അതുപോലെ തന്നെ ഡീഫോഗറുണ്ട്, വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണെങ്കിൽ ഒരു LED സ്ട്രിപ്പാണ് നമ്മൾ കാണുന്നത്. വളരെ ഭംഗിയുള്ള LED ടെയിൽ ലാമ്പുണ്ട്. അതിലെ എലമെൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ താഴെയായിട്ടാണെങ്കിലും വളരെ വലിയ ഒരു ബമ്പർ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള സമയം തുടങ്ങിയ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കമ്പനി ഇതുവരെ വെളിവിട്ടിട്ടില്ല. എങ്കിലും 1000-ലധികം ടച്ച് പോയിന്റുകൾ ഇന്ത്യയിൽ, അതായത് മാരുതിയുടെ പല സർവീസ് സെൻ്ററുകളിലൊക്കെ ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. 500+ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചറിയില്ല എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. എന്നാൽ ഇതിപ്പോൾ ലോക്ക്ഡാണ് ഈ വാഹനം. അതുകൊണ്ട് നമുക്ക് ഇൻറ്റീരിയർ കാണാൻ വേണ്ടി അവിടെ തുറന്നിട്ടിരിക്കുന്ന വാഹനത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് മാരുതിയുടെ ഏറ്റവും പുതിയ ഈ വിറ്റാരയുടെ ഇൻറ്റീരിയർ. വളരെ മനോഹരമായ ഇൻറ്റീരിയറാണെന്ന് മാത്രമല്ല, മാരുതിയുടെ ഒരു വാഹനമാണെന്ന് തോന്നാത്ത രീതിയിൽ ഒരു പ്രത്യേകതയുള്ള ഇൻറ്റീരിയർ എന്നാണ് പറയേണ്ടത്. ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ബ്രൗൺ ഫിനിഷിൻ്റെയും ഒരു സങ്കലനമാണ് ഉൾഭാഗത്ത് കാണുന്നത്. അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ഡാഷ്ബോർഡിൻ്റെ ഒരു ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും ഇത്തരം സ്വിച്ചുകളിലൊക്കെ കൊടുത്തിരിക്കുന്ന രീതിയും ഭംഗിയായിട്ടുണ്ട്. ഇത് വോളിയം കൺട്രോളും അതീവ രസകരമായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഉണ്ട് കപ്പ് ഹോൾഡേഴ്സ്, ചാർജിങ് പോയിൻ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവ് സെലക്ടർ. അത് വളരെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡ്രൈവ് മോഡുകളായിരിക്കണം, ടെറൈൻ മോഡുകൾ, സ്നോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഹിൽ ഡിസൻ കൺട്രോളിൻ്റെ ആണ്, അസൻ കൺട്രോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. പിന്നെ ഇവിടെ ഡ്രൈവ് മോഡുകളാണ്. ഇപ്പോൾ ഇത് ഓൺ അല്ലാതെ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കില്ല. എങ്കിലും 3 മോഡെന്നാണ് എൻ്റെ അറിവ്. നോർമൽ, ഇക്കോ സ്പോർട്ട് 3 ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ വലിയൊരു സ്ക്രീനാണ് ഈ ഒരു മുൻഭാഗത്ത് കാണുന്നത്. അതൊന്നും ഇപ്പോൾ ഓഫായി കിടക്കുന്ന നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ടെന്ന് മാത്രമല്ല, മാരുതിയുടെ വാഹനങ്ങൾ ആദ്യമായിട്ട് അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് കൂടി ഇതിൽ വന്നിരിക്കുകയാണ്. തന്നെയുമല്ല, സാധാരണ വാഹനങ്ങളിൽ 6 എയർ ബാഗ് ഉള്ളപ്പോൾ ഇതിൽ 7 എയർ ബാഗ് ഉണ്ട്. 1 നീ എയർ ബാഗാണ്, അതും കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് ഇവിടെ ഈ ഒരു സീറ്റിന് മാനുവലിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും 49 കിലോ വാട്ടിൻ്റെയും 61 കിലോ വാട്ടിൻ്റെയും 2 ബാറ്ററി പാക്കുകളാണുള്ളത്. ഒന്ന് 144 BSP മറ്റൊന്ന് 174 BSP പവർ വരുന്ന മോട്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. എന്തായാലും 1 മണിക്കൂറിൽ താഴെ കൊണ്ട് ഫുൾ ചാർജ് ആകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ അത്തരം കാര്യങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് വീൽ അതും മാരുതിയുടെ ഒരു പുതിയ ടൈപ്പ് സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുക. ഇത് ശരിക്കും റൗണ്ട് അല്ല, ഇതിൻ്റെ ഒരു ഷേപ്പ് എന്നുള്ളൊരു പ്രത്യേകതയാണ്. പിന്നെ 2 സ്പോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടുണ്ട്, അത് വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് പറയാതിരിക്കാമില്ല. 360 ഡിഗ്രി ക്യാമറയുടെയൊക്കെ സ്വിച്ചൊക്കെ ഈ സൈഡിൽ കാണുന്നുണ്ട്. ഈ സൈഡിൽ സൈഡ് മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണുന്നുണ്ട്. എന്തായാലും നല്ല വിസിബിലിറ്റി ഉണ്ട്, നല്ല ഹൈറ്റ്, നമുക്ക് സീറ്റ് ഉയർത്തി വെച്ച് നല്ല വിസിബിലിറ്റി ഉള്ള സംശയമില്ല. ഇവിടെ സൺറൂഫ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സിംഗിൾ പെയിനാണ്. എന്തായാലും നമുക്കിന്ന് പിൻഭാഗത്തിരുന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് പൂർണ്ണമായും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചതെന്ന്. അതുകൊണ്ടാണ് ഇത്രയും ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോർ ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. എന്തായാലും 3 പേർക്ക് സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും.
പിന്നിലേക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അവിടെയും ബോട്ടിലൊക്കെ വയ്ക്കാം. ഡോർ പാഡൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് രസകരമായിട്ടുണ്ട് ഡിസൈൻ എല്ലാം. എന്തായാലും 5 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാം. അതുപോലെ വിൻഡോ ലൈനൊക്കെ ഒത്തിരി താഴ്ന്നാണ്, സുഖമായ വിസിബിലിറ്റി എല്ലാം കിട്ടുന്നുണ്ട്. എന്തായാലും സെൻട്രൽ കൺസോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക് വാഹനത്തിൻ്റെ സ്ഥിരം രൂപത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യാസവും തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ബൂട്ട് സ്പേസ് എത്രയാണെന്നുള്ള കമ്പനി പുറത്ത് പറഞ്ഞിട്ടില്ല. 500 ലിറ്ററൊക്കെയാണ് സാധാരണ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങൾക്ക് വരാറുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അത് തന്നെ ഉണ്ടാവുമെന്ന് കരുതാം. എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന പോലെ 40-20-40 ആയിട്ട് നമുക്ക് ഈ സീറ്റുകൾ ഫോൾഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് അത്രയും സ്ഥലം കണ്ടെത്തുകയും ചെയ്യാം. അപ്പോൾ തരക്കേടില്ലാത്ത മോശമല്ലാത്ത ബൂട്ട് സ്പേസ് എന്നാണ് പറയേണ്ടത്. എന്തായാലും കാഴ്ചയിൽ നിന്ന് നമുക്ക് എത്ര ലിറ്റർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ നിറം കൂടാതെ നമ്മൾ അപ്പോൾ ഒരു ബ്ലൂ നിറം കാണുന്നു. ബ്ലൂ നിറത്തിലൊക്കെ വരുമ്പോഴൊക്കെ സൈഡ് പ്രൊഫൈൽ കുറച്ചുകൂടി രസകരമായിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ ഭംഗിയുള്ള ഈ എലമെൻസ് ഒക്കെ കുറച്ചുകൂടി എടുത്ത് നിൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ ഈ ഭാഗത്തുള്ള ഈ ഒരു ബ്ലൂ നിറം വന്നപ്പോൾ ഈ ഒരു ഫിനിഷൊക്കെ കൂടുതൽ ഭംഗിയായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. വലിയ താമസമില്ല. അതായത് ഈ മാസം തന്നെ ഈ വാഹനത്തിന് വില പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകതയുള്ളത് ഇത് ഇന്ത്യയിൽ മാത്രമാണ് നിർമ്മിക്കാൻ പോകുന്നുള്ളതാണ്. അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഈ വാഹനം കയറ്റുമതി ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്ലോബൽ കാർ എന്നാണ് നമുക്ക് ഈ വാഹനത്തെ വിളിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ഒക്കെ ഇവിടെ കൃത്യമായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഫ്ലാറ്റ് ആണെന്നുള്ളതുകൊണ്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഏറ്റവും അധികം സ്പേസ് ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കിട്ടുന്നത്. കണ്ടോ, വളരെ പ്ലെയിൻ ആയിരിക്കും. ഇവിടെ ഈ കാണുന്നതൊക്കെയാണ് ബാറ്ററി പാക്ക് അങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത്. മാരുതി ഈ ബാറ്ററി സോഴ്സ് ചെയ്യുന്നത് BYD എന്നാണ് അറിയുന്നത്. കാരണം ഇത് ബ്ലേഡ് ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഏറ്റവും ലാസ്റ്റ് വരെയുള്ള റേഞ്ച് നമുക്ക് അതിൽ നിന്നും എടുക്കാൻ സാധിക്കും. അതായത് ഇടയ്ക്ക് ഒരു 75% കഴിയുമ്പോൾ പെട്ടെന്ന് റേഞ്ച് ഡ്രോപ്പ് ആകുന്ന പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പം ഇതാണ് പ്ലാറ്റ്ഫോം. എന്തായാലും മാരുതിയുടെ ഏറ്റവും സുരക്ഷിതമായ വാഹനമായിരിക്കും എന്നുള്ള സംശയമില്ല. ADAS Level 2 ഫീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് മുമ്പാണ് ഇവിടെ വെച്ച് ഇതിൻ്റെ ലോഞ്ച് നടന്നത്. അവിടെ സ്റ്റേജിൽ 2 വാഹനങ്ങൾ കിടക്കുന്നു. കൂടാതെ നമ്മൾ കണ്ട ഈ ഒരു നിറങ്ങൾ ഇതൊക്കെയാണ്. ബ്ലൂ ആണെന്ന് തോന്നുന്നു ഇവരൊരു സിഗ്നേച്ചർ നിറമായിട്ട് അവതരിപ്പിക്കുന്നത്. അതാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൊയോട്ടയുടെ പവലിയനാണിത്. ഇവിടെ പ്രധാനമായിട്ടും ലോഞ്ച് കഴിഞ്ഞ ക്യാമറയാണ് അവിടെ കാണുന്നത്. ഏറ്റവും പുതിയ ക്യാമറയുണ്ട്. ക്യാമറ നമ്മളിപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നതാണ്. കുറേ മാറ്റങ്ങൾ സംഭവിച്ച 30 കിലോമീറ്റർ എന്തോ മൈലേജൊക്കെ പറയുന്ന ക്യാമറയാണിത്. പക്ഷേ ഇവിടെ അതിൽ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ പോകുന്നത് ഇടതുവശത്ത് കാണുന്ന ചില സംഭവങ്ങളാണ്. അതായത് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഹൈക്രോസിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ HEV ബാറ്ററി, EV ഡ്രൈവ്, സെൽഫ് ചാർജിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പിന്നെ ഫ്ലാറ്റ് ഫ്ലോറാണ്. പിന്നെ കർട്ടൻ എയർ ബാഗ്, ക്യാമറ, സെൻസർ, അങ്ങനെ എന്താണ് വണ്ടിയുടെ ഉള്ളിൽ ഉള്ളതെന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു ക്രോസ് സെക്ഷൻ. അതിൻ്റെ ബാക്കി നമുക്ക് ഇവിടെ കാണാം. മുൻഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമായതുകൊണ്ട് TNGA ഗ്യാസോലിൻ എഞ്ചിൻ, അതുപോലെ തന്നെ മോട്ടോർ ജനറേറ്റർ, പവർ കൺട്രോൾ യൂണിറ്റ്, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കൊള്ളാം. നല്ലൊരു ക്രോസ് സെക്ഷൻ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. ടൊയോട്ടയുടെ മറ്റ് മോഡലുകളെല്ലാം ഇവിടെ ഉണ്ട്. ടൈസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഗ്ലാൻസ. ഇവിടെ പ്രിയൂസ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആദ്യകാലത്ത് വന്നുപോയ ആ ഒരു PHEVയുടെ ഒരു ക്രോസ് സെക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. അതിപ്പോൾ ഇന്ത്യയിൽ വിൽപ്പനയിലില്ല. നമ്മൾ ആ PHEV അടുത്ത കാലത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് പഴയത് വാങ്ങിച്ച് നമ്മളൊന്ന് റിവ്യൂ ചെയ്തിരുന്നു. അതിൻ്റെ ക്രോസ് സെക്ഷനാണ് നമ്മൾ കാണുന്നത്. കമാണ് നമ്മൾ ടൊയോട്ടയുടെ ജപ്പാനിലെ മ്യൂസിയത്തിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചതാണ്. ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. അവിടെ എല്ലാത്തിനും ക്രോസ് സെക്ഷൻ ഉണ്ടായിരുന്നു. ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ടൊയോട്ടയുടെ ഒരു ഹരമാണ് എന്ന് തോന്നുന്നു. എന്തായാലും അത് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മുറിക്കാത്ത പ്രിയൂസ്, കട്ട് ചെയ്ത് ക്രോസ് സെക്ഷൻ അല്ലാത്ത പ്രിയൂസാണ് നമ്മളിവിടെ കാണുന്നത്. വേറൊരു രസിയൻ സാധനം അവിടെ കാണുന്നത് അർബൻ BEV കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ്. ലെഫ്റ്റ് സൈഡിലെ നീല വണ്ടി. ഇതെന്താണ് സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് മാരുതിയുടെ ഈ വിറ്റാരയുടെ ടൊയോട്ട പതിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് അർബൻ BEV കോൺസെപ്റ്റ് എന്നാണ് ഇട്ടിരിക്കുന്നതെങ്കിലും നമ്മളിപ്പോൾ കണ്ട ഈ വിറ്റാര തന്നെയാണ് ഈ സാധനം. അതിമനോഹരമായിട്ടുണ്ട് അല്ലേ? നല്ല ഗംഭീരമായ ഒരു വാഹനം. നല്ല ഡിസൈനാണ്. വളരെ ഒതുങ്ങി വരുന്ന ചെരിഞ്ഞ ഇറങ്ങുന്ന റൂഫ് ലൈനും മറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. LED സ്ട്രിപ്പ് മുഴുവൻ കൊടുത്തിട്ടില്ല, മുഴുവനില്ല, അത് കട്ട് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതായിരിക്കും ഈ വിറ്റാര ടൊയോട്ടയുടെ പേര് വരാൻ പോകുന്നത്. ടൊയോട്ടയും സുസുക്കിയും ചേർന്നാണ് ഈ വിറ്റാര എന്ന സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം രൂപകൽപ്പന ചെയ്തത്, വികസിപ്പിച്ചെടുത്തത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലും തൊട്ട് പിന്നാലെ തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, താമസമില്ല വരും. ഇനി എന്താണുള്ളത് നോക്കാം. ടൊയോട്ടയുടെ മറ്റൊരു ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇതിൻ്റെ പേര് BC4X എന്നാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്.
ഇതിൽ ലിഥിയം അയൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 405 ആണ്. 357 ഓൾ വീൽ ഡ്രൈവിനും 4 വീൽ ഡ്രൈവിന് 405 കൊടുത്തിരിക്കുന്നത്. ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 150 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് 150 കിലോ വാട്ടിൻ്റെ മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി പാക്ക് 71.4 കിലോ വാട്ടിൻ്റെയും ഗംഭീരമായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. സൈഡ് വ്യൂവും ഒക്കെ നല്ല രസകരമായിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ വളരെ വലിയ ഹെവി ആയിട്ടുള്ളൊരു പിൻഭാഗം, അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അത് രസമായിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം. അടുത്തൊരു കിടിലൻ വാഹനം എന്താ ഇവിടെ കിടക്കുന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ക്രിസ്റ്റയും അതുപോലെ റൂമിയോണൊക്കെയാണ്. ഇവിടെ ഒരു എക്സ് വാൻ എന്നൊരു വാനാണ് നമ്മൾ കാണുന്നത്, ടൊയോട്ടയുടെ പുതിയ എക്സ് വാൻ. ഈ എക്സ് വാൻ്റെ കാര്യത്തിൽ അതിൻ്റെ സൈഡ് പ്രൊഫൈൽ കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ കിയ സിറോസിൻ്റെ ഒരു രൂപം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാ രസമായിട്ടുണ്ട്. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ 2 സൈഡിലേക്കും തുറക്കുന്ന ഡോറ് ഇതാ 2, 3, 4, 5 പേർക്ക് ഇരിക്കാവുന്ന ഇൻറ്റീരിയറാണ്. പക്ഷെ വളരെ സ്പേഷ്യസ് ആണ്. നമ്മൾ ടൊയോട്ടയുടെ പല എന്താ പറയുക മിനി വാനുകൾ കാണുമ്പോൾ അതുപോലെയൊക്കെ ഉണ്ട്. പക്ഷെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അതിൻ്റെ രൂപം കൊടുത്തിരിക്കുന്നത്. ഇതാ ഇനി പിന്നിലേക്ക് നോക്കാം. നെക്സ്റ്റ് ജനറേഷൻ CW എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ് വാൻ നല്ല രസമുണ്ടല്ലോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ആ പിക്സൽ ടൈപ്പാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ. ക്രോസ് ഓവർ മിനി വാൻ എന്നാണ് കമ്പനി വിളിക്കുന്നത്. ഇതിൻ്റെ പാറ്റന്റ് എടുത്തു കഴിഞ്ഞു. ജപ്പാനിൽ വലിയ താമസമില്ലാതെ വിൽപ്പന തുടങ്ങുകയും അതിനുശേഷം ആസിയാൻ കൺട്രികളൊക്കെ വിൽപ്പന തുടങ്ങുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തായാലും അൽഫാഡ് എന്നൊക്കെ പറയുന്ന വലിയ വാനുകളുടെ ഒരു ചെറിയ രൂപമായിട്ട് വേണം നമുക്കിതിനെ കാണാൻ. പിന്നെ ഇതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഒരു സ്പോർട്സ് കാറിനെ കാണുന്നുണ്ട്. എന്താണ് നോക്കട്ടെ. അധികവും പ്രോട്ടോടൈപ്പ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ സംഭവം മനസ്സിലാവില്ല. എന്തായാലും ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു കാലമായതുകൊണ്ട് ഇലക്ട്രിക് ആകാനുള്ള സാധ്യതയുണ്ട്. ഇത് ലെക്സസിൻ്റെ ഫ്യൂച്ചർ കോൺസെപ്റ്റാണ്. 4760 മില്ലിമീറ്റർ നീളമുള്ള വാഹനം. അതിഗംഭീരമായ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. അല്ല, മറ്റ് കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. എത്രത്തോളമാണ് ഈ മറ്റേ എന്താ പറയുന്നത് ബാറ്ററി പാക്കിൻ്റെ കാര്യങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും ഇത് ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. ഈ ഒരു രൂപത്തിലാകാൻ സാധ്യതയില്ല വരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സൈഡ് വ്യൂ മിറേഴ്സ് കണ്ടോ, അതിൽ ക്യാമറ മാത്രമേ ഉള്ളൂ. ക്യാമറയിൽ ഉള്ളിൽ നമുക്ക് കാണാം സൈഡിലെ എന്താണെന്നുള്ളത്. അല്ലാതെ അതിലിപ്പോൾ സൈഡ് വ്യൂ മിറേഴ്സൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. എന്നിട്ട് എന്തൊരു സ്ലീക്കാണ്, എന്തൊരു ഗംഭീരമായ ഡിസൈനാണെന്ന് കണ്ടോ. എത്രത്തോളം എയറോഡൈനാമിക് ആയിരിക്കും എന്ന് ആലോചിച്ച് അറിയാം. പിൻഭാഗത്തേക്ക് വരുമ്പോഴും വളരെ വ്യത്യസ്തവും രസകരവുമായ രൂപം എന്നാണ് പറയുന്നത് ലെക്സസ്. അപ്പോൾ അങ്ങനെ ലെക്സസിൽ നിന്ന് നമുക്കിത് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു രൂപമൊന്നും ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. LFZC എന്നായിരിക്കാം ഉച്ചാരണം. അതാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളൊക്കെയാണ്. ES 400H ലെക്സസ് ആണ്. ഈ ഒരു സൈഡിലേക്ക് ലെക്സസ് ആണ് വരുന്നത്. അതുപോലെ RS 500Hൻ്റെ ഒരു F Sport Plus എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇവിടെ കാണുന്നത്. സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ്. ആ കാണുന്നത് ഏറ്റവും പുതിയ വെൽഫെയറിൻ്റെ ഏറ്റവും അൾട്രാ ലക്ഷറി രൂപം എന്ന് വിളിക്കാവുന്ന LM 350H ആണ് നമ്മൾ കാണുന്നത്. അൾട്രാ ലക്ഷറി. അത് നമ്മളിവിടെയൊക്കെ ബുക്കിംഗ് ആയിട്ടുണ്ട്, പലരും എടുത്തു തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. അതാണ് ഈ കാണുന്നത്. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്നത്, അവിടെ ഇട്ടിരിക്കുന്നത് കൊടുക്കല്ലോ, അവിടെ ഇട്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വെൽഫെയർ തന്നെയാണ്. വെൽഫെയറിൻ്റെ എന്താ പറയുക കുറച്ചുകൂടി ലക്ഷറി കുറഞ്ഞ രൂപം എന്നാണ് പറയുന്നത്. ഇതിലും പക്ഷേ ലക്ഷറിക്ക് അങ്ങനെ മോശമൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ടൊയോട്ടയിൽ കാണാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ഇസുസുവിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകളാണ്. ക്യാബ് Z എന്നുള്ളത് S-Cab C ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ EV ആണ് കാണുന്നത്. D-Maxൻ്റെ EV. പക്ഷേ പറഞ്ഞതുപോലെ അതിപ്പോൾ കോൺസെപ്റ്റ് രൂപത്തിലാണ്. അത് പക്ഷേ രസമായിട്ടുണ്ട്, ഫ്രണ്ട് ഒക്കെ രസമായിട്ടുണ്ട്. അപ്പോൾ D-Max പോലുള്ള ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ പോലും EV രൂപത്തിൽ വരുന്നു എന്നുള്ളത് രസകരമായ കാര്യമാണ്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ സ്പെക്കുകളൊക്കെ നോക്കാം. EV കോൺസെപ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് ആണ്. ബാറ്ററി കപ്പാസിറ്റി 66.9 കിലോ വാട്ട്. 130 കിലോ വാട്ടാണ് ഇതിൻ്റെ മാക്സിമം പവർ കൊടുക്കുന്നത്. മാക്സിമം ടോർക്ക് 325 ന്യൂട്ടൺ മീറ്റർ. മാക്സിമം സ്പീഡ് 130. മാക്സിമം ഡ്രൈവ് റേഞ്ച് എന്ന് പറയുന്നത് 300 എന്നാണ്, 300 എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കറൻ്റ്ലി ഇൻ ദ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അപ്പോൾ അതിൽ കൂടുതൽ റേഞ്ച് വന്നേക്കാം. എന്തായാലും 300 കിലോമീറ്റർ റേഞ്ച് പോലും ഇത്തരത്തിലുള്ള ഒരു 4 വീൽ ഡ്രൈവ് ആണെന്നെ സംബന്ധിച്ച് മോശമല്ല. അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഇന്ത്യയിൽ കാര്യമായ രീതിയിൽ ഈ ഒരു മോഡലൊക്കെ വന്നതിന് ശേഷം കാര്യമായ രീതിയിൽ ഇസുസു ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാത്തിരിക്കാൻ പറ്റുന്നൊരു മോഡലാണിത്. ഇനി ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ സ്കോഡയിൽ ഏറ്റവും പുതിയ ഗംഭീരമായ ലോഞ്ച് ഇപ്പം അടുത്ത കാലത്ത് കഴിഞ്ഞതാണ്. അത് കൈലാക്കാണ്. നമ്മളത് ബോംബെയിൽ പോയി അതിൻ്റെ വാക്ക് അറൗണ്ട് ചെയ്തിരുന്നു.
അപ്പോൾ കൈലാക്കാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നതിന് ഇത് ഓടിക്കാൻ വേണ്ടി ഗോവയിലേക്കാണ്. ഇതിൻ്റെ മീഡിയം ഡ്രൈവ് ഗോവയിലാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കൈലാക്കിന് ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ, ഈ കഴിഞ്ഞ ദിവസമാണ് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയെന്നുള്ളതാണ് കൈലാക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്നത്. അഡൽറ്റിന് 30.88ഉം ചൈൽഡ് 49ഉം. ഇത് 49 ആണെന്ന് തോന്നുന്നു, 45 ആണ് കിട്ടുന്നത്, 49 ആണെന്ന് തോന്നുന്നു മാക്സിമം. അപ്പോൾ നല്ല റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൈലാക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇനി വരാവുന്നത് ഏറ്റവും പുതിയ ലോഞ്ച് ഇനി വരുന്നത് പുതിയ കോഡിയാക്കാണ്. ഇതാണ് വരാൻ പോകുന്ന ഏറ്റവും പുതിയ കോഡിയാക്ക്. കോഡിയാക്കിൻ്റെ കാര്യത്തിൽ എസ്തറ്റിക് ചേഞ്ചസ് ആണ് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി റിഫ്രഷിംഗ് ആയി, കുറെ കൂടി ബോൾഡ് ലുക്കിംഗ് ആയി, കുറച്ചുകൂടി ഷാർപ്പായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാവുന്നത്. കോഡിയാക്ക് നമുക്കറിയാവുന്ന പോലെ ഓഡി Q3യുടെ പ്ലാറ്റ്ഫോമൊക്കെയാണ്. ഓഡി Q3യുടെ ആ ഒരു എന്താ പറയുക മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം തന്നെയുള്ള ഗംഭീര ഒരു വാഹനമാണ്. പക്ഷേ കൂടുതൽ സ്പേസും ഉൾഭാഗത്തുണ്ട്. നമുക്കപ്പോൾ ഇനി എൻ്റെ സൈഡിൽ കൂടി ഒന്ന് നടന്നു നോക്കാം. സൈഡ് പ്രൊഫൈൽ ഈ ഭാഗത്ത് കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സി പില്ലർ കഴിഞ്ഞ് മുന്നിലേക്ക് ബി പില്ലർ കഴിഞ്ഞ് പിന്നിലേക്ക് വരുമ്പോൾ കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിൻഭാഗത്ത് ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത് ഈ ഒരു വലിയ LED ലൈനാണ്. അത് പഴയ കോഡിയാക്കിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക വീതിയൊക്കെ തോന്നിയിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് നോക്കുമ്പോൾ തകർപ്പനായിട്ടുണ്ട് പിൻഭാഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടു നോക്കാം. 7 സീറ്റർ SUV ആണ്. സെക്കൻഡ് റോ സീറ്റിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് പാടെ മാറിയിട്ടുണ്ട്, നല്ല ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഈ കളർ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടത്തേക്ക് ഈ ഒരു റോട്ടറി സ്വിച്ചുകൾ നന്നായിട്ടുണ്ട്. വലിയ 2 സ്ക്രീനുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല രസികൻ കൺസോളൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് ഇൻറ്റീരിയർ. വില കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും സംഭവിക്കാവുന്ന വില കൂടുമെന്നുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും സംഭവിക്കും. എന്തായാലും കോഡിയാക്കിൻ്റെ പഴയ ഇതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന കോഡിയാക്ക് കുറച്ചൊന്ന് ഒരു ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് സംഭവം തിരിച്ചു വരികയാണ്. ഇനി നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം. ഇത് ഒരു പ്രോട്ടോടൈപ്പാണ്. വിഷൻ 75 എന്നാണ് ഈ പ്രോട്ടോടൈപ്പിൻ്റെ പേര്. സ്കോഡ വിഷൻ 75. ഞാൻ വളരെ പണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പാണ് ഞാൻ പ്രാഗിൽ സ്കോഡയുടെ പ്ലാന്റിലും മ്യൂസിയത്തിലൊക്കെ പോയപ്പോൾ അന്നേ അവിടെ ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ അവരിങ്ങനെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് മ്യൂസിയത്തിൽ ഇട്ടിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ ഏതാണ്ടൊരു പ്രൊഡക്ഷൻ സ്റ്റൈലിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു. എന്നാലും ഇതിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. സ്പേസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ബസ്സായിട്ട് വേണം പ്രഖ്യാപിക്കാവുന്ന അത്രയും സ്പേസ് ഉൾഭാഗത്തുണ്ട്. ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫ്രണ്ട് ഭാഗവും മുൻഭാഗമൊക്കെയാണ്, ഡാഷ്ബോർഡൊക്കെയാണ്. പിൻഭാഗത്ത് ഒരു 3rd റോ സീറ്റും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല, എല്ലാം പ്രോട്ടോടൈപ്പാണ്. ടയേഴ്സിൻ്റെ ഒക്കെ വലുപ്പം കണ്ടോ, ബസ്സിൻ്റെ വലുപ്പമുണ്ട് ടയറിന്. 22 ഇഞ്ച് ടയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി മുന്നിലേക്ക് വരാം. അപ്പം മുൻഭാഗമൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. വളരെ വലിയൊരു വാഹനമാണ്, വളരെ വലിയൊരു വാഹനം. പക്ഷേ ഇത് പ്രോട്ടോടൈപ്പാണെന്ന് അറിയാമല്ലോ. ഇതൊന്നും ഈ രൂപത്തിൽ പറയണമെന്നില്ല. എങ്കിൽ പോലും ഒരു കോൺസെപ്റ്റ് ലെവലിൽ നോക്കുമ്പോൾ ഗംഭീരമായിട്ടുണ്ട്. ഇനി നമുക്ക് കാണുന്നത് ഏറ്റവും പുതിയ എൽറോക്കാണ്. എൽറോക്ക് ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ സ്കോഡയിൽ നിന്ന് ഇനി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് ഈ മോഡലാണ്, എൽറോക്കാണ്. എൽറോക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തകർപ്പൻ ലുക്കുള്ള വാഹനമാണ്. സ്കോഡയുടെ ഡിസൈൻ ലാംഗ്വേജിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം കൂടി നമുക്കിതിൽ കാണാൻ സാധിക്കും. സ്കോഡയുടെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഒരു ഗ്രില്ലെന്ന് പറയുന്നത് എല്ലാത്തിനും ഒരുപോലെ ആയതുകൊണ്ട് വണ്ടികൾ തമ്മിൽ മാറ്റം തോന്നാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു പ്രശ്നം അങ്ങ് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഗ്രില്ലിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു. അതിലെല്ലാം LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് EV ആണ് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. EV ആണ് എൽറോക്ക് എന്ന് പറയുന്നത്. 385 കിലോമീറ്ററാണ് റേഞ്ച്. 59 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. തുറന്നിട്ടില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് മറ്റൊന്നും കാണാനില്ല. എന്തായാലും പിൻഭാഗം വരുമ്പോൾ തീർച്ചയായിട്ടും സ്കോഡയുടെ ആ ഒരു ഡിസൈൻ, ആ ഒരു രീതി തന്നെയാണ് നമ്മളിത് കാണുന്നത്. വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു കോഡിയാക്കിൻ്റെ കുട്ടി രൂപം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ആ രീതിയിലാണ് എൽറോക്ക് എന്നുള്ള ബാഡ്ജിങ്. സ്കോഡയുടെ പുതിയ ബാഡ്ജിങ്ങാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇത് ഈ വർഷം മിക്കവാറും ഈ വർഷം തന്നെ വരുമെന്നാണ് കരുതപ്പെടുന്നത്. മോശമല്ല. അപ്പോൾ നമുക്കിനി അടുത്ത മറ്റു കാര്യം നമുക്ക് അറിയാമല്ലോ, ഫോക്സ്വാഗണും സ്കോഡയും ഇന്ത്യയിൽ കാര്യമായ രീതിയിൽ ഇന്ത്യ പ്ലാൻസ് എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായ ഇന്ത്യ പ്ലാൻസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മോഡലുകളാണ് രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇതെല്ലാം ഇങ്ങനെ പടപടേ എന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളെല്ലാവരും ആവേശം ഉണർത്തുന്ന മറ്റൊരു മോഡലിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഒക്ടേവിയ RS ആണ്. ഒക്ടേവിയ RS ഇന്ത്യയിൽ 2000 യൂണിറ്റായിട്ട് കൊണ്ടുവരാനാണ് പരിപാടി എന്നാണ് കേട്ടത്. അതായത് ഇന്ത്യയിൽ CBU ആയിട്ടാണ് വരുന്നത്, അല്ലാതെ ഇവിടെ അസംബിൾ പോലും ചെയ്യുന്നില്ലെന്നാണ് അറിഞ്ഞത്. ഇത് ഈ പറഞ്ഞ പോലെ വാഹന പ്രേമികളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു വാഹനമാണ് ഒക്ടേവിയ RS. ഇപ്പോഴത്തെ വളരെ സ്ലീക്ക് ആയിട്ടുണ്ട്. അതല്ല, ഇപ്പോൾ ഹൈബ്രിഡ് എഞ്ചിനും കൂടിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറെ കൂടി പവർഫുൾ ആണ്. പക്ഷേ 50 ലക്ഷം രൂപയിൽ കൂടുതൽ വില പ്രതീക്ഷിക്കാം ഈ ഒരു വാഹനത്തിനെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ആ കാര്യത്തിലാണ് നമ്മൾ തകർന്നു പോകാൻ പോകുന്നത്. കാരണം ബെൻസോ BMW ഒക്കെ വാങ്ങിക്കാവുന്ന ഒരു വിലയ്ക്കാണ് നമ്മൾക്ക് ഒക്ടേവിയ RS കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പിൻഭാഗത്ത് കൂടി ഒന്ന് കാണാം. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുതിയ ഒക്ടേവിയ RSന്റെ വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈന്, അതുപോലെ ബാക്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ RS പെട്രോൾ ഇൻറ്റീരിയറാണ് നമ്മൾ കാണുന്നത്. ഒക്ടേവിയ RSന്റെ എല്ലാം കാർബൺ ഫൈബർ ടൈപ്പ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് അൽക്കാൻഡ്ര ലെതർ കൊടുത്തിരിക്കുന്നു. ഇത് കണ്ടോ, റെഡ് അടിപൊളിയായിട്ടുണ്ട്. റെഡ് മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. അതുപോലെ പാഡ് ഷിഫ്റ്റേഴ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ ഗിയർ സെലക്ടർ കണ്ടോ, വളരെ രസകരമായിട്ടുണ്ട്. ഇപ്പോൾ സീറ്റുകളാണെങ്കിലും റാലി ടൈപ്പ് സീറ്റുകൾ ഇവിടെ VRS എന്നുള്ള ഒരു ബാഡ്ജിങ്ങാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തകർപ്പനായിട്ടുണ്ട്. പക്ഷേ പിൻഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് ക്രാംഡ് ആണെന്നുള്ളൊരു സംശയമില്ല. കാരണം പിൻഭാഗമല്ല ഇതിൻ്റെ അത് യൂസബിൾ ആയിട്ടുള്ള, പ്രധാനമായിട്ടും മുൻഭാഗം തന്നെയാണ്. എന്നാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ക്രാംഡാണ് പിൻഭാഗം എന്നുള്ള കാര്യം. എങ്കിൽ പോലും ഇതൊരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് നമ്മൾ കവലപ്പെടേണ്ട കാര്യമേ ഇല്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇൻറ്റീരിയർ. പണ്ട് തൊട്ട് തന്നെ ഏറ്റവും അധികം ലഗേജ് സ്പേസ് ഉള്ളൊരു വാഹനമാണ് ഒക്ടേവിയ. ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പണ്ട് എൻ്റെ അടുത്ത് നമ്മുടെ നടൻ ദിലീപ് പറഞ്ഞിരിക്കുന്നുണ്ട്, ദിലീപിന് ഒക്ടേവിയ ഉള്ള സമയത്ത് ബാക്ക് സീറ്റ് അങ്ങോട്ട് മാറിത്തിട്ട് അകത്ത് കിടന്നുറങ്ങിയാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞ ലൊക്കേഷനിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അത്രയധികം സ്പേസ് തീർച്ചയായിട്ടും ഉൾഭാഗത്തുണ്ട്. അപ്പോൾ ഇത് അതിൽ തകർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. പുതിയ സൂപ്പർബ് കിടക്കുന്നുണ്ട്, നോക്കാം. പുതിയ സൂപ്പർബും ഇതുപോലെ തന്നെ വളരെ സ്ലീക്കാണ്. എന്തൊരു ഭംഗിയാണെന്നുണ്ടോ. സ്കോഡയുടെ വാഹനങ്ങൾക്ക് എപ്പോഴും അതിനുവേണ്ടി മാത്രമുള്ള കുറേ ആവശ്യക്കാരുണ്ട്. അതായത് വില എന്ന് പറയുന്നതൊന്നും നോക്കില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രീമിയം വാഹനങ്ങൾ പലതും വാങ്ങിക്കാൻ പറ്റുമെങ്കിലും സ്കോഡയുടെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പെർഫോമൻസും അതിൻ്റെ ഒരു റിഫൈൻമെൻ്റ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗംഭീരമായതുകൊണ്ട് ഇത് വില കൊടുത്ത് വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഉൾഭാഗം എന്ന് പറയുന്നത് പാടെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും കൊടുത്തിരിക്കുന്ന നമ്മൾ നേരത്തെ ഇവിടെ ഏറ്റവും പുതിയ ആ ഒരു കോൺസെപ്റ്റ് കാറിലൊക്കെ വന്നിരിക്കുന്ന പോലെയുള്ള ഡയലുകളും മറ്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രസികൻ സീറ്റ് കളറൊക്കെ വളരെ രസികനായിട്ടുണ്ടെന്ന് പറയാം. എന്തായാലും വളരെ ഷാർപ്പായിട്ടുള്ള ബോഡി ലൈനുകളും കാര്യങ്ങളൊക്കെയാണ്. വളരെ വലിയൊരു വാഹനമാണെന്നുള്ളതും നമുക്ക് ഈ സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ മനസ്സിലാകും. പിൻഭാഗത്തൊക്കെ കുറച്ചുകൂടി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് രസകരമായിട്ടുണ്ട് പിൻഭാഗമൊക്കെ. അങ്ങനെ സ്കോഡ വളരെ കാര്യമായിട്ട് ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജർമ്മൻ വാഹനങ്ങളുടെ കാര്യത്തിൽ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നതല്ലോ, ജർമ്മൻ അല്ലാണ്ട് യൂറോപ്യൻ വാഹനങ്ങളുടെ കാര്യത്തിൽ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അങ്ങേയറ്റമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കോഡയുടെ ഒരു ഷെല്ലാണ്. ആ ഷെല്ല് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ബിൽ ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണെന്നുള്ള കാര്യം. രസകരമായിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൈലാക്കിൻ്റെ ഷെല്ലാണ്. അതാണ് ഇവിടെ 5 സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് കൈലാക്കിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് വാങ്ങിക്കാവുന്ന, ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന വാഹനമാണ് കൈലാക്ക് എന്നുള്ളതിന് ഉള്ളൊരു തെളിവായിട്ട് നമുക്ക് ഈ ഒരു ഷെല്ല് കാണിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഓട്ടോ എക്സ്പോയിൽ പുതുതായിട്ട് വന്ന വാഹനങ്ങളുടെ വിശേഷങ്ങൾ കാണ്ഡമായി തുടരുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ കാണാം. ഞാനപ്പോൾ മുഴുവൻ ഓടി നടന്ന് എടുത്ത് തീർക്കട്ടെ. അപ്പം ഡൽഹിയിലെ കൊടും തണുപ്പിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ബൈ.